ഒന്നുകൂടി വിയർപ്പിക്കുന്ന കാലും കാലുമെല്ലാം നാട്ടെല്ലാം വരുന്ന പോലെ സാമ്പ്രാണിനാറ്റം അടിച്ചു വിടുന്നു. സാമ്പ്രാണിനാറ്റം വെച്ചവാദമെല്ലാം അടിക്കുക. സാമ്പ്രാണിയിൽ വെച്ചവാദ പാദയാത്രയ്ക്ക് 10 മണിക്ക് സാമ്പ്രാണിനാറ്റം. ഏവനാണ് ഭ്രാന്ത് കയറുന്നത്. ഏവനാണ് ഭ്രാന്ത് കയറി സാമ്പ്രാണിയെല്ലാം അവിടെ കത്തിക്കുന്നത്. 10 മണിക്ക് ഭ്രാന്ത് കയറുന്ന ഏവനാണ് സാമ്പ്രാണി കഴിക്കാൻ. ഏവനാണ് 10 മണിക്ക് പാദയാത്രയ്ക്ക് സാമ്പ്രാണി കഴിക്കുന്നത്. മാധ്യമങ്ങളിൽ ഒരാൾക്കാണ് പറഞ്ഞപ്പോ അവര് ചോദിക്കുക എവിടുന്നാ ഡൽഹി പുക വരാനാണെന്ന്. ഡൽഹിയിൽ എവിടുന്ന് പുക വരാനാണ് ചോദിക്കുന്നത്. അവര് ഗ്രാമത്തിലാണ് വില്ലേജിലാണ് താമസിക്കുന്നത്. ഇതുപോലെ മേലാഞ്ചി മൂലാഞ്ചി എവിടുന്നാ പുക വരുന്നതാണ് ആൾക്കാരും ചോദിക്കുന്നത്. ആരാ അങ്ങനെ കുറെ ആഴ്ച വീടിനകത്തോട്ട് കേൾക്കുന്നതാണ് ചോദിക്കുന്നത്. അങ്ങനെ കേൾക്കാനൊക്കെ ചോദിക്കുന്ന എങ്ങനെ ചോദിക്കുന്നത്. ഏതൊന്നാ അങ്ങനെ പുക എങ്ങനെ പുക വരാനാണ് ചോദിക്കുന്നത്. അവർ പോയി കുടുത്ത് കുടിച്ചാത്തിരിക്കുന്നവരാ. കുടുത്ത് മുടി അതിനൊക്കെ പോയി പുകയെ വരുന്നില്ല. ഒരു മണ്ണെണ്ണവാഴയെ വരുന്നില്ലെന്ന് അവർ പറയുന്നു. ഒരു മണ്ണെണ്ണവാഴയെ അവർക്ക് വരുന്നില്ല. മാറ്റിയാമരങ്ങളാണ് ഇരിക്കുന്ന മാറ്റിയാമരങ്ങൾ. ഒരു ഏറ്റുവയും അയറ്റുവയും ഉയ്റ്റുവയും ഒന്നും ഇല്ലെന്ന് അവർ പറയുന്നു. ഒരു ഏറ്റുവയും ഒരു ഉപ്പുവയും ഇല്ലെന്ന് അവർ പറയുന്നത്. ഒരു ഏറ്റുവയും മാറ്റിയാമരം ഇതിനെക്കാട്ടി തിരക്കുള്ള സ്ഥലത്ത് അവർ കുറച്ച് കുളിച്ചുമുറി ഇരിക്കുന്നത്. അവർക്ക് ഏറ്റുവയും ഉപ്പുവയും ഒന്നും ഇല്ലെന്ന് അവർക്ക് ഏറ്റുവയും ഇല്ല. ഒരു മണ്ണെണ്ണമാറ്റോ ഇല്ല, പെട്രോൾ മാറ്റോ ഇല്ല, ഒരു കുത്തവും ഇല്ലെന്ന് അവർ പറയുന്നത്. ഏത് വണ്ടിയാ പെട്രോൾ മാറുന്ന വണ്ടിയാ നിരത്തിലിറങ്ങുന്നതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് ഡൽഹിയില് ഏത് വണ്ടിയാ ഇറങ്ങാനാണ് അറിയേണ്ടത്. യൂറോട്ടും അതുപോലെ എലിസെന്റസും ഒക്കെ നടത്തി സർട്ടിഫിക്കറ്റില്ലാത്ത ഏത് വണ്ടിയാ ഈ നിരത്തികളിൽ ഇറങ്ങുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയിൽ ഏതൊക്കെ വണ്ടിയാ ഇറങ്ങാനാണ് അവർ ചോദിക്കുന്നത്. എലിസെന്റസ് ഒന്നും നടത്താതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. ഏത് തെർമാനിലെ വണ്ടിയാ ഡൽഹി നിരത്തിൽ ഇറങ്ങുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. പെട്രോളും കിണറ്റിനും പെട്രോളും ഒക്കെ മാറാൻ ഏത് തെർമാനിലെ വണ്ടിയാ നിരത്തിലിറങ്ങുന്ന ഡൽഹി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ നിരത്തിൽ ഏതൊക്കെ വണ്ടിയാ പെട്രോൾ മാറ്റുന്നത് ഇറങ്ങുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ആളുകൾ ചോദിക്കുന്നതല്ല. അവർ മാധ്യമങ്ങളുടെ കുളിച്ചുമുറി ഇരുന്നിട്ട് ഒരു പുകവാറ്റവും വരുന്നില്ലെന്ന് പറയുന്നത്. ഒരു പുകയും മാറത്തില്ല. ഒരു ഏറ്റുവായും കുഴപ്പമുണ്ടാക്കുന്നില്ല. ഏറ്റുവായി കാരണം ഇങ്ങനെ പുക എന്തുവാ ഹരിയാനയിൽ പുക വരുന്നത്. ഹരിയാനയിൽ പുകയ്ക്കുന്നത് പോലും. സാമ്പ്രാണിക്ക് 10 മണിക്ക് ഏതോ ഒരു മന്ത്രവാദം നടക്കുന്നു തോന്നുന്നു. ഏതോ ഒരു മന്ത്രവാദം നടക്കുന്നത്. മന്ത്രവാദം ENT അപ്പാർട്ട്മെന്റ്സിന്റെ അവിടെ ഏതോരാണ് മന്ത്രവാദം കൊണ്ടിരിക്കുന്നത്. സാമ്പ്രാണിക്ക് നാടാണ് ENT അപ്പാർട്ട്മെന്റ് അവിടെ ഏതോരാണ് ഇത്ര സാമ്പ്രാണിക്ക് നാടാണ് ഇത്ര മന്ത്രവാദം കൊണ്ടിരിക്കുന്നത്. ഏതോരാണ് മന്ത്രവാദം നടക്കുന്നത് ഇവിടെ. ഒരു ഗ്രാമ പിന്നെ ലോട്ടിക്കാൻ കഴിക്കുന്ന ഗ്രാമ വേറൊരു ഗ്രാമ, തൊലിയിങ്ങനെ കളർപ്പിക്കുന്ന ഗ്രാമ വേറൊരു ഗ്രാമ. മുഖത്താട്ടൊക്കെ നമ്മളെല്ലാം പോയാലൊക്കെ ഇങ്ങനെ നമ്മുടെ മോന്തക്കോട്ട് ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ പുകയടിക്കാൻ ജോലി നമ്മുടെ മോന്തക്കോട്ട്. തീവാരിപ്പിടിക്കുന്ന മോന്തക്കോട്ട് പുകയടിക്കണം, കളർപ്പിക്കണം, തൊലി പൊള്ളിക്കണം. പാതിരാപ്പിച്ച് വരുന്നു. പാതിരാപ്പിച്ച് മാറ്റം വരുന്നു. മാറ്റം സാമ്പ്രാണിക്ക് മാറ്റം. ഏവനാണ് സാമ്പ്രാണിക്ക് 10 മണിക്ക് സാമ്പ്രാണിക്ക് ഉണ്ടാക്കുന്നത്.
അമ്മയുടെ കടയുണ്ടാക്കല് സമർപ്പിക്കുന്ന തൊലി കളപ്പിയില് അമ്മക്ക് തൊലി കളപ്പിക്കണം, ദീപാവലി പഠിക്കണം, തൊലി കളപ്പിക്കണം. ദീപാവലി പഠിക്കട്ടെ കണ്ണിന്റെ ചുറ്റിനോട്ടും ഭയങ്കര ചൂടടിക്കുക, പ്രത്യേകിച്ച് ഇടതുകണ്ണിന്റെ ചുറ്റിനോട്ടും ചൂടിങ്ങനെ അടിച്ച് നമ്മുടെ തൊലിങ്ങനെ വീഴ്ത്തിക്കുക, നമ്മുടെ ഫേസ് എല്ലാം ഇങ്ങനെ ഇതാക്കുക, ഫേസ് എല്ലാം തൂക്കുക. ഓരോ വേദനകളാണ് മുഖത്തെ കാറ്റെല്ലാം കളയുക, ഓരോ കാലലെ കാറ്റ് കളയുക, കാലലെ ഇതെല്ലാം കളയുക, ഇതെല്ലാം വേദനകളാണ്. ചൂടടിക്കുക കാലകളോട്ട് ഇന്നലെ രോഗവും മനസ്സിലാവും. ഇന്നലെ രാത്രിയിൽ ഇന്നുകൊണ്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, സോക്കേടേതാണ് ഭയങ്കര സോക്കേടേരോ ഒന്നാത്ത് ദീപാവലി പഠിക്കുന്ന തൊഴിൽ പഠിക്കാടേരോ ഒന്നാത്ത് ചെല്ലമുരളിയെ പറ്റി കൊന്നേച്ച് നാട്ടുകാരനെ ചോദിച്ചു, എന്തോ ദീപയുടെ ബ്രദറിലോ കെട്ടിത്തൂക്കിച്ചത് എന്തിനാണ്, ദീപയുടെ ബ്രദറിലോ കെട്ടിത്തൂക്കിച്ചത് എന്തിനാണെന്ന്. എനിക്ക് എന്റെ ബ്രദറിലോ കെട്ടിത്തൂക്കിച്ചോ ആരും പറഞ്ഞത്? അയ്യോ അങ്ങനെയോ നാട്ടുകാരൊക്കെ പറഞ്ഞില്ലേ നമ്മള് വീരങ്ങളൊക്കെ അറിയുന്നത്, ഓരോ നാട്ടുകാരൊക്കെ പറഞ്ഞ വീരങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ പല കളകൾ വരുന്നത് നന്നായിക്കും എന്താ കൊച്ചിരടി വടക്കേനെ സുബ്രഹ്മണ്യം ഗവൺമെന്റൊക്കെ എന്ന് മുക്തിയായിരുന്നു. അത് പറയുന്നത് നിന്റെ മരുമോൻ ആത്മഹത്യ ചെയ്തില്ലോയി, നിന്റെ മരുമോൻ ആത്മഹത്യ ചെയ്തില്ലോയി, നിന്റെ മരുമോൻ ആത്മഹത്യ ചെയ്തില്ലോയി എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നതിനാ. അതിന് ഭയങ്കര വഴക്ക്. ഇതൊക്കെ ഡ്രാമയൊക്കെ, ഡ്രാമ ആത്മഹത്യയാണെന്ന് വെച്ചതാ ഡ്രാമ നടത്തുക. രത്നമ്മാവിയും എല്ലാവരുമാരും ദ്രാമാരും നമ്മുടെ ഒരു കൊച്ചിരടി എന്ന് പറഞ്ഞത് ഒരു മുതുകുടിയുണ്ട്. രത്നമ്മയ്ക്ക് ഒരു മുതുകുടിയൻ എന്നിട്ട് 40,000 രൂപ കൊണ്ടാ പോയത്. മുതുകുടിയൻ എന്നിട്ട് 40,000 രൂപ രത്നമ്മാവിയുടെ മുതുകുടിയൻ 40,000 രൂപ കൊണ്ടാ പോയത്. അങ്ങനെ വടക്കായ മുതുകുടിയാണ് സുബ്രഹ്മണ്യൻ. അവരിവിടെ ചോദിച്ച് വഴക്കുന്ന രത്നമ്മയുടെ ഡ്രാമ കാണിച്ചതാ. നിന്റെ മരുമോൻ കെട്ടിത്തൂക്കിച്ചെത്തില്ലോയി, നിന്റെ മരുമോൻ ആത്മഹത്യ ചെയ്തില്ലോയി, ആത്മഹത്യ. അങ്ങനെ അറിഞ്ഞറിയുന്നത് പിന്നൊരാൾ പറയുന്നത് എന്റെ അച്ഛന്റെ അനിയന്റെ മോൻ മോഹൻസിക്ക് പറയുന്നത് എന്തുവാ പറയുന്നത്? മോഹൻസിക്ക് പറയുന്നത്